മെക്സിക്കൻ ഡ്രഗ് മാഫിയ തലവൻ നെമസിയോ സെഗ്വര സെവാന്റസ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മെക്സിക്കോയിലെ വിവിധ ഭാഗങ്ങളിൽ വൻ അക്രമങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായിരിക്കാൻ യുഎസ് നിർദ്ദേശിച്ചു. മെക്സിക്കോയിലെ ഏറ്റവും അപകടകാരിയായ ലഹരിമരുന്ന് മാഫിയ തലവന്മാരിൽ ഒരാളാണ് നെമസിയോ സെഗ്വര സെവാന്റസ്. ഇയാൾ എൽ മെഞ്ചോ എന്ന പേരിലാണ് ലോകമെങ്ങും അറിയപ്പെടുന്നത്. 1966-ൽ മെക്സിക്കോയിലെ മിച്ചോവാക്കനിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഇയാൾ ജനിച്ചത്. 6 സഹോദരങ്ങളുണ്ടായിരുന്ന ഇയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പ്രൈമറി സ്കൂൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് കുടുംബത്തെ സഹായിക്കാൻ അവക്കാഡോ തോട്ടങ്ങളിൽ ജോലിക്ക് ചേർന്നു. 1980-കളിൽ ഇയാൾ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കടന്നു. അവിടെ കാലിഫോർണിയ കേന്ദ്രീകരിച്ച് ചെറിയ രീതിയിൽ ലഹരി മരുന്ന് കച്ചവടം ആരംഭിച്ചു. 1992-ൽ ഹെറോയിൻ വിൽപ്പനയ്ക്കിടെ പിടിക്കപ്പെടുകയും അമേരിക്കൻ ജയിലിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ശിക്ഷയ്ക്ക് ശേഷം ഇയാളെ തിരികെ മെക്സിക്കോയിലേക്ക് നാടുകടത്തി. മെക്സിക്കോയിൽ തിരിച്ചെത്തിയ ശേഷം ഇയാൾ കുറച്ചുകാലം കാബോ കോറിയന്റസ് എന്ന സ്ഥലത്ത് പോലീസുകാരനായി ജോലി നോക്കിയിരുന്നു. എന്നാൽ അധികം വൈകാതെ ആ ജോലി ഉപേക്ഷിക്കുകയും പൂർണ്ണമായും കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. ഇയാൾ ആദ്യം മെലീനിയോ കാർട്ടലിൽ അംഗമായാണ് പ്രവർത്തിച്ചിരുന്നത്. ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ക്വീനസ് കുടുംബത്തിലെ റോസലിൻഡ ഗോൺസാലസിനെ വിവാഹം കഴിച്ചതോടെ ഇയാളുടെ സ്വാധീനം വർദ്ധിച്ചു. 2009-ൽ ഇയാളുടെ അന്നത്തെ ബോസ് അറസ്റ്റിലായതോടെ എൽ മെഞ്ചോ ആ സംഘം വിട്ട് സ്വന്തമായി ജാലസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ എന്ന സംഘടന രൂപീകരിച്ചു. ലഹരി മരുന്ന് കടത്ത്, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ആയുധക്കടത്ത് തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാൾ പ്രതിയാണ്. മെക്സിക്കൻ പോലീസിനും സൈന്യത്തിനും നേരെ പോലും ഇയാളുടെ സംഘം പലതവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന കുറ്റവാളികളിൽ ഒരാളായിരുന്നു എൽ മെഞ്ചോ. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് അമേരിക്കൻ സർക്കാർ $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു. മെക്സിക്കോയിലെ ഹാലിസ്കോ സംസ്ഥാനത്തെ തപാൽപ എന്ന പട്ടണത്തിൽ വെച്ചാണ് സൈനിക നടപടി നടന്നത്. ഞായറാഴ്ച മെക്സിക്കൻ പ്രത്യേക സേനയും നാഷണൽ ഗാർഡും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഏറ്റുമുട്ടലിൽ എൽ മെഞ്ചോയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാളെ ചികിത്സയ്ക്കായി വിമാനമാർഗം മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ മരണം സംഭവിച്ചത്. മാഫിയ സംഘത്തിൻ്റെ സങ്കേതത്തിൽ നിന്ന് അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറുകൾ, കവചിത വാഹനങ്ങൾ, മാരകായുധങ്ങൾ എന്നിവ സൈന്യം പിടിച്ചെടുത്തു. ഈ ഏറ്റുമുട്ടലിൽ എൽ മെഞ്ചോയെ കൂടാതെ അദ്ദേഹത്തിൻ്റെ സംഘത്തിലെ 6 പേർ കൂടി കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ 3 സൈനികർക്ക് പരിക്കേറ്റു. സംഘത്തിലെ 2 പേരെ സൈന്യം ജീവനോടെ പിടികൂടി. US ഇന്റലിജൻസ് ഏജൻസികൾ നൽകിയ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ദൗത്യം ആസൂത്രണം ചെയ്തത്. എൽ മെഞ്ചോയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ മെക്സിക്കോയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപം അഴിച്ചുവിട്ടു. നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാജ്യം അതീവ ജാഗ്രതയിലാണ്. അവിടെയുള്ള തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിതമായി ഇരിക്കാൻ US നിർദ്ദേശിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫ്ലോറിഡയിലെ മാർ-എ-ലാഗോ റിസോർട്ടിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ആയുധധാരിയായ യുവാവിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നു. 2026 ഫെബ്രുവരി 22 ഞായറാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് ഈ സംഭവം നടന്നത്. നോർത്ത് കാരോലിന സ്വദേശിയായ 21 വയസ്സുകാരൻ ഓസ്റ്റിൻ ടക്കർ മാർട്ടിൻ ആണ് കൊല്ലപ്പെട്ടത്. ഇയാളെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു. ഇയാൾ ഒരു ഷോട്ട് ഗണ്ണും ഇന്ധനം നിറച്ച ഒരു ക്യാനുമായിട്ടാണ് റിസോർട്ടിൻ്റെ വടക്കേ ഗേറ്റ് വഴി അകത്ത് കടക്കാൻ ശ്രമിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളോട് ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ ഷോട്ട് ഗൺ ഉദ്യോഗസ്ഥർക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. ഇതേ തുടർന്ന് US സീക്രട്ട് സർവീസ് ഏജന്റുമാരും പാം ബീച്ച് കൗണ്ടി ഷെറീഫ് ഡെപ്യൂട്ടിയും ചേർന്ന് ഇയാളെ വെടിവെച്ചു. വെടിവെപ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ കുടുംബാംഗങ്ങളോ മാർ-എ-ലാഗോയിൽ ഉണ്ടായിരുന്നില്ല. ഈ സമയം അവർ വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലായിരുന്നു. സംഭവത്തെക്കുറിച്ച് FBI വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഉത്തര കൊറിയയിലെ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി കിം ജോങ് ഉന്നിനെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തതായി ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഞായറാഴ്ച പ്യോങ്യാങ്ങിൽ നടന്ന പാർട്ടി കോൺഗ്രസിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. 1940കളുടെ അവസാനം മുതൽ കിം കുടുംബം സ്വേച്ഛാധിപത്യത്തിലൂടെയാണ് രാജ്യം ഭരിക്കുന്നത്.
ആണവശക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കിമ്മിന്റെ നേതൃത്വത്തിന് കീഴിൽ ഉത്തര കൊറിയ തങ്ങളുടെ യുദ്ധപ്രതിരോധ ശേഷി സമൂലമായി മെച്ചപ്പെടുത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA പറയുന്നു. ദീർഘകാലമായി നിലനിൽക്കുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും നിരോധിക്കപ്പെട്ട ഭൂഖണ്ഡാന്തര മിസൈലുകൾ പതിവായി പരീക്ഷിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഷി വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. എന്നാൽ ഈ ഭരണകൂടത്തിന്റെ അതീവ രഹസ്യ സ്വഭാവം കാരണം സൈനിക മേഖലയിൽ അവർ എത്രത്തോളം പുരോഗതി കൈവരിച്ചുവെന്ന് വിലയിരുത്തുക പ്രയാസകരമാണ്. ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങൾ മറികടന്ന് ഉത്തര കൊറിയ വലിയ തോതിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഏകദേശം 40 മുതൽ 50 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് അവരുടെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയുടെ ഏത് ഭാഗത്തും എത്താൻ ശേഷിയുള്ള വാസോങ് 17, വാസോങ് 18 തുടങ്ങിയ മിസൈലുകൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവ സോളിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്നതിനാൽ വളരെ വേഗത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും. തങ്ങളെ ആക്രമിക്കാൻ മുതിരുന്ന രാജ്യങ്ങളെ ആണവായുധം ഉപയോഗിച്ച് നേരിടുമെന്ന ഭീഷണിയാണ് വാർ ഡിറ്ററൻസ് എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്. ശക്തമായ മഞ്ഞുവീഴ്ചയെ തുടർന്ന് ന്യൂയോർക്ക് സിറ്റിയിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തി. ഇതോടെ ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകൾ അനിശ്ചിതത്വത്തിലായി. ഇറ്റലിയിലെ വെറോണയിൽ നടന്ന 2026 വിന്റർ ഒളിമ്പിക്സിന് സമാപനമായി. മെഡൽ പട്ടികയിൽ നോർവേ ഒന്നാമതെത്തിയപ്പോൾ പുരുഷന്മാരുടെ ഐസ് ഹോക്കിയിൽ അമേരിക്ക ചരിത്രപരമായ സ്വർണം നേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റ് മെട്രോയും 82 കിലോമീറ്റർ നീളമുള്ള നമോ ഭാരത് ഇടനാഴിയും ഉദ്ഘാടനം ചെയ്തു. ഇത് ഡൽഹിയും മീററ്റും തമ്മിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും. ഇന്നലെ 2026 ഫെബ്രുവരി 22-ന് മീററ്റിലെ ശതാബ്ദി നഗർ സ്റ്റേഷനിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീററ്റ് മെട്രോയും 82.15 കിലോമീറ്റർ നീളമുള്ള നമോ ഭാരത് കോറിഡോറും ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിലെ സറായ് കാലെ ഖാൻ മുതൽ ഉത്തർപ്രദേശിലെ മോദിപുരം വരെയുള്ള 82 കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് കോറിഡോർ ഇതോടെ പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയുള്ള മീററ്റ് മെട്രോ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ മെട്രോ സംവിധാനമാണ്. 23 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോ ശൃംഖലയിൽ 13 സ്റ്റേഷനുകളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ആണിത്. ഇതിൻ്റെ ഡിസൈൻ വേഗത മണിക്കൂറിൽ 180 കിലോമീറ്ററാണ്. ഈ പാത യാഥാർത്ഥ്യമായതോടെ ഡൽഹിയിൽ നിന്ന് മീററ്റിലേക്കുള്ള യാത്രാസമയം ഏകദേശം 55 മിനിറ്റായി കുറഞ്ഞു. ലോകത്ത് തന്നെ ആദ്യമായി RRTS ട്രെയിനുകളും പ്രാദേശിക മെട്രോയും ഒരേ പാതയും സ്റ്റേഷനുകളും പങ്കിടുന്നു എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. ഏകദേശം 30,274 കോടി രൂപ ചെലവഴിച്ചാണ് ഈ വലിയ പദ്ധതി പൂർത്തിയാക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി മീററ്റ് സൗത്ത് സ്റ്റേഷൻ വരെ മെട്രോയിൽ യാത്ര ചെയ്യുകയും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭവനിലെ ബ്രിട്ടീഷ് ആർക്കിടെക്ട് എഡ്വിൻ ലൂട്ടിയൻസിന്റെ പ്രതിമ മാറ്റി പകരം ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറലായ C. രാജഗോപാലാചാരിയുടെ പ്രതിമ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ കിഷ്ത്വാറിൽ നടന്ന ഓപ്പറേഷൻ ട്രാഷി 1 എന്ന സൈനിക നീക്കത്തിൽ 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ സൈന്യം വധിച്ചു. ഇറാനിലെ US സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരോട് രാജ്യം വിടാൻ ഇന്ത്യ നിർദ്ദേശിച്ചു. മെക്സിക്കോയിലുള്ളവരോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹരിയാന സർക്കാരിൻ്റെ അക്കൗണ്ടുകൾ ഉൾപ്പെട്ട 590 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി IDFC ഫസ്റ്റ് ബാങ്ക് റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. രാജ്യത്തെ വർദ്ധിച്ചു വരുന്ന സ്വർണത്തിൻ്റെ ആവശ്യം സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ജാർഖണ്ഡിലും ബീഹാറിലുമായി 40,000 കോടി രൂപയുടെ പുതിയ വൈദ്യുതി പദ്ധതികൾ ഗൗതം അദാനി വിലയിരുത്തി. എവിടെ താമസിക്കുന്നവരാണെങ്കിലും ഒരാൾ മലയാളിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിയമപരമായ രേഖയായ കേരള നേറ്റിവിറ്റി കാർഡ് ബിൽ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി മുൻ ചീഫ് സെക്രട്ടറി VP ജോയ് അധ്യക്ഷനായ കമ്മീഷനെ സർക്കാർ നിയമിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി VN വാസവന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു.
വിഴിഞ്ഞം തുറമുഖത്തെ ലോജിസ്റ്റിക്സ് വികസനത്തിനായി 3 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി 2000 കോടി രൂപയുടെ കരാറിൽ സർക്കാർ ഒപ്പിട്ടു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. കലാവേദി ഉദ്ഘാടനം നടൻ മോഹൻലാൽ നിർവഹിച്ചു. കൊച്ചി മെട്രോ തൂണിൽ 15 ദിവസമായി കുടുങ്ങിക്കിടന്ന സുഭാഷ് എന്ന പൂച്ചയെ ഫയർഫോഴ്സ് സാഹസികമായി രക്ഷപ്പെടുത്തി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 26 വരെ മഴ തുടരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലെ 2 ബസുകൾ ഉൾപ്പെടെ 3 വാഹനങ്ങൾ പുലർച്ചെ തീപിടിച്ച് നശിച്ചു. അട്ടിമറി സാധ്യത പോലീസ് അന്വേഷിക്കുന്നു. BJP നേതാവും മുൻ MLAയുമായ PC ജോർജ് മഹാത്മാഗാന്ധിക്കെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങൾ ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ അധിക്ഷേപങ്ങൾ നടത്തിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധിജി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ പോരാട്ടം കൊണ്ടല്ല, മറിച്ച് ഭരണം ലാഭകരമല്ലാതായപ്പോൾ ബ്രിട്ടീഷുകാർ സ്വയം രാജ്യം വിട്ടുപോയതാണെന്ന് ജോർജ് വാദിച്ചു. വ്യക്തിപരമായി അദ്ദേഹം ഗാന്ധിജിയെ അധിക്ഷേപിച്ചു. ഗാന്ധിജി ദൈവം തമ്പുരാനാണോ എന്ന് പരിഹസിച്ച അദ്ദേഹം ഗാന്ധിജി 2 യുവതികളുടെ തോളിൽ കൈവച്ച് നടന്നിരുന്നതിനെക്കുറിച്ചും മോശം രീതിയിൽ സംസാരിച്ചു. ഉപ്പുണ്ടാക്കിയാൽ ബ്രിട്ടീഷുകാർ നാടുവിടുമോ എന്ന് ചോദിച്ച അദ്ദേഹം ചരിത്രപ്രധാനമായ സമരങ്ങളെയും തള്ളിക്കളഞ്ഞു. രാഷ്ട്രപിതാവിനെ അപമാനിച്ചതിന് PC ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് വസന്ത് തെങ്ങുംപള്ളി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് താനാണെന്ന് PC ജോർജ് അവകാശപ്പെടാത്തത് നമ്മുടെ ഭാഗ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചു. പൂഞ്ഞാറിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്ന ജോർജ് തീവ്ര വലതുപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പുറത്താക്കപ്പെട്ട കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയെ സമീപിച്ചു. രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതാണ് പോലീസിന്റെ പരാതി. അതിജീവിതയെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടരുത് എന്ന കർശനമായ ജാമ്യ വ്യവസ്ഥ അദ്ദേഹം ലംഘിച്ചു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിച്ചു. ഫെബ്രുവരി 17-ന് രാഹുൽ തന്നെ വാട്സപ്പ് കോളിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി ബംഗളൂരു സ്വദേശിനിയായ അതിജീവിത ക്രൈംബ്രാഞ്ചിന് പരാതി നൽകി. എന്നാൽ ഈ കോൾ താൻ എടുത്തില്ലെന്നും അതിജീവിത വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ആരോപണം രാഹുൽ നിഷേധിച്ചു. അത് അബദ്ധത്തിൽ സംഭവിച്ച ഒരു മിസ്ഡ് കോൾ മാത്രമാണെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ പരാതി പരിഗണിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിലിനോടോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോടോ ഈ മാസം 28-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. നിലവിൽ 3 ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത്. ഇതിൽ 2 എണ്ണത്തിൽ മുൻകൂർ ജാമ്യവും 1-ൽ സ്ഥിരം ജാമ്യവുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ജാമ്യം റദ്ദാക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ജയിലിലേക്ക് പോകേണ്ടി വന്നേക്കാം.